ഈ ഹോളെന്ന് വെച്ചാൽ ഇത് എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പണ്ട് കാലങ്ങളിൽ എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്തോണ്ടെന്ന് വെച്ചാൽ ഇതിന്റെ വെച്ചിട്ട് തിരിച്ചിട്ടാണ് എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതെ അതെ, പണ്ട് കാലങ്ങളിൽ രാഷ്ട്രപതി പ്രധാനമന്ത്രിയൊക്കെ ചീറിപ്പാഞ്ഞുകൊണ്ടെന്ന് വെച്ചാൽ വണ്ടിയാണ് സംഭവം. ഇതൊക്കെ ഇടിച്ച് നമ്മൾ ഉള്ളിലേക്ക് പോകണമെങ്കിൽ ഇത്തിരി പണിയാണ്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല സ്ട്രോങ് സംഭവം. ഇതിന്റെ എയർ ബാഗാണ് ഫ്രണ്ടിൽ കാണുന്ന, ബാക്കിലും ഫ്രണ്ടിൽ കാണുന്ന ഡിം ലൈറ്റ് പറഞ്ഞ ഇതിന്റെ അകത്താ. കേരളത്തിലെ ആദ്യത്തെ അംബാസഡർ കാർ നമ്മുടെ ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സിന്റെ അംബാസഡർ മാർക്ക് 1 അടുത്താണ് ഞാൻ നിൽക്കുന്നത്. റോഡിലെ രാജവെന്നാണ് ഈ ഒരു കാർ അറിയപ്പെടുന്നത്. വളരെ റയർ ആയിട്ടുള്ള ഒരു പീസാണ്. നമ്മുടെ പഴയ പ്രൈം മിനിസ്റ്റേഴ്സ് അല്ലെങ്കിൽ പ്രസിഡന്റ് ഒക്കെ സഞ്ചരിച്ചുകൊണ്ടിരുന്ന അതീവ സുരക്ഷ അവർക്ക് നൽകിക്കൊണ്ടിരുന്ന ഒരു കാറാണ് ഈ കാണുന്നത്. ഇതിന്റെ ഒരു ലുക്ക് തന്നെയാണ് ഇതിന്റെ പ്രത്യേകത. ധാരാളം ഫാൻസ് ഉള്ള ഒരു കാറാണ്. അതുപോലെ തന്നെ നമ്മുടെ തുടരും മൂവിയിൽ നമ്മുടെ ലാലേട്ടൻ ഉപയോഗിച്ചൊരു കാർ കൂടിയാണ്. ഈ ഒരു മോഡലാണ് അതിനകത്ത് ഉപയോഗിക്കുന്നത്. അങ്ങനെ കുറെ പ്രത്യേകതകളുണ്ട്. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മുടെ ജാസ്കൻ ചേട്ടൻ നമുക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. ജാസ്കൻ ചേട്ടാ, തുടരും സിനിമയിലെ കാറാണല്ലോ. തുടരും സിനിമയുടെ കാർ എന്ന് വെച്ചാൽ അതേ മോഡൽ വണ്ടി. അതെ, ലാലേട്ടൻ ഓടിച്ച അതേ മോഡൽ വണ്ടി, അംബാസഡർ മാർക്ക് 1. ഇതിപ്പോ എത്ര ആളുടെ കയ്യിലുണ്ട്? ഇതിപ്പോ 1 വർഷമായിട്ട് കയ്യിലുണ്ട്. പണ്ട് തൊട്ടുള്ള ഒരു കാറുകൾ കാണുന്ന സമയത്ത് ആദ്യം തൊട്ട് കാണുന്ന സംഭവമല്ല നമ്മൾ ഒരു അംബാസഡർ കാർ എന്ന് വെച്ചാൽ. അപ്പൊ അങ്ങനെ നമ്മള് നോക്കിയാൽ നമുക്ക് കാർ വന്നപ്പോ വാങ്ങിച്ചിട്ടാ. പണ്ട് കാലത്തുള്ള നമ്മുടെ രാഷ്ട്രപതി പ്രൈം മിനിസ്റ്റർ എല്ലാം സഞ്ചരിച്ചുകൊണ്ടിരുന്ന അല്ലേ? അതെ അതെ, അന്നത്തെ സേഫ്റ്റി വണ്ടിയായിരുന്നു. ഇപ്പൊ ഈ ഇതൊക്കെ എന്ന് വെച്ചാല് മീശ എന്ന് പറയും പണ്ട്. അന്നത്തെ കാലങ്ങളിലൊക്കെ മീശ എന്ന് പറയും. അതെ അതെ, ഇതൊക്കെ ഇത് ഇൻഡിക്കേറ്ററാണ്. ഇൻഡിക്കേറ്റർ ഇതിന്റെ അകത്ത് വരും. ഇവിടെ രണ്ടിടത്തും ലെഫ്റ്റും റൈറ്റും ഇൻഡിക്കേറ്റർ. എടുത്തിട്ട് എന്തോ കാര്യങ്ങൾ അഡീഷണൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഞാൻ പെയിന്റ് അടിച്ച്, അതേപോലെ പിന്നെ AC അഡീഷണൽ കയറ്റി. പിന്നെ ബ്രേക്ക് എന്ന് പറഞ്ഞാൽ പണ്ടത്തെ ബ്രേക്ക് എന്ന് പറഞ്ഞാല് നമ്മള് ബ്രേക്ക് കിട്ടൂല. പിന്നെ നമ്മൾ സേഫ്റ്റിക്ക് വേണ്ടി പവർ ബ്രേക്ക് കയറ്റി. സ്റ്റിയറിംഗ് കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? സ്റ്റിയറിംഗ് പഴയ സ്റ്റിയറിംഗ് മറ്റേ ഇതുമേലെ തിരിയണതാണ്. നമ്മളിപ്പോ ബെയറിംഗ് കയറ്റി ലൈറ്റ് കൊടുത്ത് ബെയറിംഗ് നോക്കി. അപ്പൊ അതുകൊണ്ട് ഇത്തിരി ഫ്രീ ഉണ്ട്. ഇതില് പവർ സ്റ്റിയറിംഗ് കയറ്റി കഴിഞ്ഞാൽ നമുക്ക് ഈ ഹോൺ ഇതൊന്നും സംഭവം ഒന്നും ഇതാക്കാൻ പറ്റില്ല. ഹോൺ അടിക്കണമെങ്കിൽ ഇത് ഹോൺ അടിക്കണ്ട. അതേപോലെ ഇതാണ് ഇൻഡിക്കേറ്റർ. അവിടെ അത് തന്നെ ലെഫ്റ്റിലേക്ക് വെച്ചാൽ അവിടെ ഇൻഡിക്കേറ്റർ വരും. ഇന്റീരിയറിൽ അത്യാവശ്യം നല്ല നീറ്റ് ആയിട്ടാണ് നിങ്ങൾ ചെയ്തിട്ടുള്ളത്. ഇതൊക്കെ വുഡാണ്, ഇതൊക്കെ തേക്കാണ്. പിന്നെ അല്ല, ഗിയർ നമ്മൾ 5 ഗിയർ ആക്കി. മറ്റേത് സൈഡിലാണ്, അപ്പൊ 4 ഗിയർ ഉണ്ടാവുള്ളൂ. ഇതിപ്പോ നമ്മൾ 5 ഗിയർ സെറ്റ് ചെയ്തത്. പിന്നെ AC നിങ്ങൾ ഇത് അഡീഷണൽ ആയിട്ട് കയറ്റി അല്ലേ? AC അഡീഷണൽ ആയിട്ട് കയറ്റി. ഇത് വൈപ്പർ നമ്മൾ ഇതാണ് അഡീഷണൽ ആയിട്ട് സെറ്റ് ചെയ്തതാണ്. ഇത് ഹെഡ്ലൈറ്റ്, ഇത് വന്നിട്ട് വൈപ്പർ, ഇത് വന്നിട്ട് സെറ്റ്, ഇത് വന്നിട്ട് ഫോഗ് ലാമ്പ്, ഹാൻഡ് ബ്രേക്ക് എക്സ്ട്രാ ഫിറ്റ് ചെയ്തതാണ്. ചേട്ടാ, ഇതെന്തോ സാധനം? പണ്ട് കാലങ്ങളിൽ വണ്ടിക്കകത്തിരുന്ന് സിഗരറ്റ് വലിക്കാറ് തോന്നണ്. അതുകൊണ്ട് സിഗരറ്റ് വലിച്ചാല് ഇപ്പൊ വണ്ടി നിങ്ങൾ എന്തെങ്കിലും പേഴ്സണൽ യൂസിനാണോ അതോ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കാൻ കൊടുക്കാറുണ്ട്? ഇതിപ്പോ നമ്മള് വെഡിങ് ഫോട്ടോഷൂട്ടിന് അങ്ങനെ കാര്യങ്ങൾ കൊടുക്കാറുണ്ട്. ഷൂട്ടിംഗ് സിനിമയ്ക്ക് ആയാലും കൊടുക്കാം. അതെ അതെ. ഇതാണ് എഞ്ചിൻ റൂം എങ്ങനെ തുറക്കുന്നത്? ഇത് ഇതുമ്മ പിടിച്ചിങ്ങനെ വലിക്കുക. ഓക്കെ, ഒന്ന് തുറന്ന് നോക്കട്ടെ. ഓക്കെ, ഇതാണ് നമ്മുടെ അല്ലേ? ഇതിൽ അഡീഷണൽ വേറെ കാര്യങ്ങൾ നമ്മള് റേഡിയേറ്റർ മാറ്റി. അപ്പൊ ചൂട് ഇതാകാൻ വേണ്ടി ഇതിന്റെ മെയിൻ സംഭവം എന്ന് വെച്ചാൽ വണ്ടി ചൂടാവും. അപ്പൊ അതില്ലാണ്ടിരിക്കാൻ വേണ്ടി നമ്മൾ അഡീഷണൽ ആയിട്ട് റേഡിയേറ്റർ ഇട്ടാ വേറെ റേഡിയേറ്റർ. വേറെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എഞ്ചിനൊന്നും മാറ്റാൻ പറ്റില്ല. എഞ്ചിനൊക്കെ പഴയ എഞ്ചിൻ തന്നെയാണ്. പണ്ടൊക്കെ സിനിമയിൽ കാണാറില്ല, വണ്ടി നിന്ന് കഴിഞ്ഞാൽ അപ്പൊ തന്നെ ബോണറ്റ് നോക്കിയിട്ട് ഇത് പമ്പ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യും. ഫ്രണ്ടിൽ കാണുന്ന രീതിയിൽ തന്നെ ബാക്കിൽ ആ ഒരു ബമ്പർ അല്ലേ? അതെ അതെ. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്ട്രോങ് സംഭവിക്കും. ഇതാണ് മാർക്ക് 1 ബ്രേക്ക് ലൈറ്റ്. ഈ രീതിയിലാണ്. ഇത് നമ്പർ പ്ലേറ്റ് ആണ്. നമ്പർ പ്ലേറ്റ് ഇവിടെ ലൈറ്റ് വരും. അത് റിവേഴ്സ് ലൈറ്റ് എല്ലാം വർക്കിംഗ് കണ്ടീഷൻ ആണ്. ലോങ് ഒക്കെ പോകാറുണ്ടോ? പിന്നെ ലോങ് പോകാറുണ്ട്. 18 എന്തായാലും കിട്ടും. നമ്മള് ഗിയർ ബോക്സ് ചേഞ്ച് ചെയ്തോണ്ടാണ് അങ്ങനെ അത് കിട്ടണം. വണ്ടി ഓടിച്ചോണ്ട് പോയി കഴിഞ്ഞാൽ എല്ലാവരും നോക്കും. ഇപ്പൊ നമ്മള് ബെൻസ് BMW ഒക്കെ പോയാലും അങ്ങനെ നോക്കുമെന്ന് എനിക്ക് തോന്നണില്ല. കാരണം ഇത് പോയി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ റയർ പീസ് അല്ലേ? റയർ പീസ്. ഓക്കെ, നിങ്ങൾ ഇത് ആരെങ്കിലും ഒരു മോഹോല പറഞ്ഞാൽ കൊടുക്കാനുള്ള പ്ലാൻ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ നമുക്ക് പറ്റണമെങ്കിൽ കൊടുക്കും. അല്ലേ, കിട്ടാനില്ലാത്തൊരു പീസാണ്. അതെ, എന്ന് വെച്ചാൽ 1959 മോഡലാണ്. അതേ മെച്ചപ്പെട്ട രീതിയിൽ കിട്ടിയാൽ കൊടുക്കാം.